നമസ്തേ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കഴിഞ്ഞ കുറെ കാലമായി തുടർച്ചയായി നടന്നുവരുന്ന ആചാര അനുഷ്ഠാന ലംഘനങ്ങൾ ഒരു പതിവ് കഥയാവുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രസാദ ഊട്ടുപുരയായ അന്നലക്ഷ്മി ഹാളിൽ പുതുതായി സ്ഥാപിച്ച ഇഡ്ഡലി നിർമ്മാണ യന്ത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നടന്നിരുന്നു. ചടങ്ങിൽ ദേവസ്വം മന്ത്രിയും ഭരണസമിതി അംഗങ്ങൾക്കൊപ്പം ഗുരുവായൂർ നിയോജക മണ്ഡലം MLA ആയ NK അക്ബറും പങ്കെടുത്തിരുന്നു. അന്നലക്ഷ്മി ഹാൾ ക്ഷേത്രത്തിന്റെ ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നതെന്നിരിക്കെ അവിടെ പ്രവേശിക്കുന്ന ഭക്തർ അടുത്ത കാലം വരെ ഷർട്ടും ഒഴിവാക്കി മാത്രമാണ് കയറാറുള്ളത്. ക്ഷേത്ര ആചാരങ്ങളുടെ ഭാഗമായി അഹിന്ദുക്കൾക്ക് അവിടെ പ്രവേശനം അനുവദിച്ചിരുന്നില്ല. ആയതുകൊണ്ട് തന്നെ അഹിന്ദുവായ MLA അന്നലക്ഷ്മി ഹാളിൽ പ്രവേശിച്ചത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിലനിന്നിരുന്ന ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വിരുദ്ധമാണെന്നും ഗുരുവായൂർ ദേവസ്വം ആക്ടിന് എതിരാണെന്നതിലും സംശയമില്ല. പ്രസാദ ഊട്ട് അന്നദാനമല്ലെന്നും ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങുന്ന ഭക്തർക്കായി നിശ്ചയിച്ചിരിക്കുന്ന പ്രസാദ ഊട്ടാണെന്നുള്ള കാര്യം വ്യക്തമാണ്. വിശേഷ ദിവസങ്ങളായ ഏകാദശി, ഉത്സവങ്ങൾ, ശ്രീകൃഷ്ണ ജയന്തി തുടങ്ങിയ അവസരങ്ങളിൽ മാത്രമാണ് തെക്കേ നടയിൽ പ്രത്യേക പന്തലൊരുക്കി അന്നദാനം നടത്താറുള്ളത്. അപ്പോൾ അഹിന്ദുക്കൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് തടസ്സമില്ല, ആരും അവരെ വിലക്കിയിട്ടുമില്ല. അതേസമയം അന്നലക്ഷ്മി ഹാളിലേക്ക് ഭക്തജനങ്ങളെ മാത്രമാണ് പ്രവേശിക്കാറുള്ളത്. അത്തരം സാഹചര്യത്തിൽ അഹിന്ദുവിനെ അകത്ത് പ്രവേശിപ്പിച്ചത് ഗുരുതരമായ ആചാര ലംഘനം തന്നെയാണ്. ഇതുകൂടാതെ ക്ഷേത്രത്തിന് സമീപമുള്ള പാഞ്ചജന്യം അനക്സ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തതും ആചാര ലംഘനം ആരോപിച്ച് ശാന്തി പ്രവർത്തിയിൽ ദീർഘകാലം പരിചയമുള്ള കീഴേടം രാമൻ നമ്പൂതിരിയെ സസ്പെൻഡ് ചെയ്തതും മന്ത്രിക്ക് ലൈറ്റ് ഇടാൻ പൂജകൾ മാറ്റിയതും നഗരസഭയിലോ മറ്റ് അധികാര സ്ഥാപനങ്ങളിലോ നിന്നുള്ള ഔദ്യോഗിക അനുമതി പോലുമില്ലാതെ അനധികൃത കലവറ നിർമ്മാണം നടത്തുന്നതും ഏകാദശി ദിനത്തേക്ക് മാത്രമായി നിശ്ചയിച്ചിരുന്ന ഉദയാസ്തമന പൂജയിൽ മാറ്റം വരുത്തുന്നതുമെല്ലാം നിലവിലെ ഭരണസമിതി തുടർച്ചയായി ആചാര ലംഘനം നടത്തി വരികയാണെന്ന കാര്യം വ്യക്തമാക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രസാദ ഊട്ട് ഹാളിലേക്ക് അഹിന്ദുവിനെ പ്രവേശിപ്പിച്ച സംഭവം ക്ഷേത്രാചാര ലംഘനവും സത്യപ്രതിജ്ഞാ ലംഘനവുമാണെന്ന് ചൂണ്ടിക്കാട്ടി നടപടി ആവശ്യപ്പെട്ട് ഗുരുതര ആരോപണങ്ങളുമായി നിരവധി ഭക്തരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അന്നലക്ഷ്മി ഹാളിലേക്ക് അഹിന്ദുവിനെ പ്രവേശിപ്പിച്ചത് ആചാര ലംഘനവും സത്യപ്രതിജ്ഞാ ലംഘനവുമാണെന്ന് കണ്ടെത്തി വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്നും റവന്യൂ ദേവസ്വം സെക്രട്ടറിക്കും ദേവസ്വം കമ്മീഷണർക്കും റിപ്പോർട്ട് അയക്കണമെന്നും ആവശ്യപ്പെട്ട് ഗുരുവായൂർ സ്വദേശി ബിജേഷ് കുമാർ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഭക്തരുടെ വികാരങ്ങളും ക്ഷേത്ര പാരമ്പര്യങ്ങളും മാനിക്കപ്പെടേണ്ട സാഹചര്യത്തിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ധിക്കാരപരമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഭക്തരോടോ പൊതുജനങ്ങളോടോ ചർച്ച പോലും നടത്താതെ ക്ഷേത്രത്തിലെ ആചാരക്രമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ സ്വതന്ത്ര പരിശോധനയോ സമിതിയോ വേണമെന്ന ആവശ്യം നിലനിൽക്കെ ഇത്തരം ആചാര ലംഘനങ്ങൾ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമെന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഈ അഹങ്കാര നിലപാട് എതിർക്കേണ്ടത് തന്നെയാണ്. ഇത്തരം പ്രവർത്തികൾ ക്ഷേത്ര പൈതൃക മൂല്യത്തെയും വിശുദ്ധതയെയും ബാധിക്കുക തന്നെ ചെയ്യുമെന്നതിൽ സംശയമില്ല.